നമ്മൾ ഇന്ന് കോവയ്ക്ക കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൊക്കെ കോവയ്ക്കൊക്കെ ഒരുപാടുള്ള ഒരു സമയമാണ്. ചില സമയങ്ങളിൽ ഒത്തിരി ഉണ്ടാകാറുണ്ട്, മഴ സമയങ്ങളിൽ അധികം ഉണ്ടാകാറില്ല. കോവയ്ക്ക ഒരുപാട് ഹെൽത്തിയാണ്. IVY ഗാർഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്, അല്ലെ കോവയ്ക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഡയബറ്റിക്സ് പേഷ്യൻസിന് ഒരുപാട് നല്ലതാണ് കോവയ്ക്ക കഴിക്കുന്നത്. കോവയ്ക്ക ഡോക്ടേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആയിട്ടാണ്, അല്ലെ ഒരു മെഡിസിനൽ ഒരു വെജിറ്റബിൾ അല്ലെ ഒരു ഫ്രൂട്ട് പോലെയാണിത്. അപ്പോൾ കോവയ്ക്ക എത്രയും കഴിക്കാമോ അത്രയും കഴിക്കാം. ഇരുമ്പൻ പുളി ഞാൻ ഉണക്കി സൺഡ്രൈ ഇരുമ്പൻ പുളിയുടെ വീഡിയോ ഇട്ടിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ഒന്നാണ്. സൺഡ്രൈ ഇരുമ്പൻ പുളി കൊണ്ടോ വെയിലത്തുണങ്ങിയ ഇരുമ്പൻ പുളി നല്ലപോലെ ഉണക്കിയിട്ട് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവര് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെയാണ് നമ്മളിന്ന് കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ കോവയ്ക്ക ഒരുപാട് ഉള്ള സമയങ്ങളിൽ കോവയ്ക്ക കളയാതിരിക്കുക. കോവയ്ക്ക എത്രയും കൂടുതലുണ്ടോ ആ സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് ഉണക്കി വെക്കാൻ ശ്രമിക്കുക. ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നമുക്ക് ഈ ക്ലൈമറ്റിൽ കോവയ്ക്ക ഉണക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം. ഞാൻ ഒന്നിച്ച് അരിഞ്ഞ് ഒരു 7-8 കിലോ കോവയ്ക്ക ഉണക്കിയതാണ് എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണ് പ്രൊസീജിയർ എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ പച്ച കോവയ്ക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അരിഞ്ഞ സമയത്ത് ഷൂട്ട് ചെയ്ത ക്ലിപ്പ് മിസ്സായിപ്പോയി, അതുകൊണ്ട് രണ്ടാമത് കാണിക്കുകയാണ്. നമുക്ക് കോവയ്ക്ക നല്ലതുപോലെ കഴുകി എടുക്കുക. ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ കട്ടി കുറഞ്ഞ് റൗണ്ടിലൊന്ന് അരിയുക. പഴുത്ത കോവയ്ക്ക എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്പം വിളഞ്ഞ കോവയ്ക്കയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരല്പം വിളഞ്ഞതാണ്, കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് പഴുത്ത കോവയ്ക്ക, അളിഞ്ഞ കോവയ്ക്കൊന്നും എടുക്കരുത്. നല്ല ടൈറ്റ്നെസ് ഉണ്ടായിരിക്കണം. നമ്മളിങ്ങനെ അരിയുമ്പോഴേ ഇന്ന് ദളബുളുബുളാന്നിരിക്കരുത് കേട്ടോ. നല്ല പച്ച കോവയ്ക്ക എടുക്കാൻ ശ്രമിക്കുക. ഇതേ ഇരലത്തെ കോവയ്ക്ക. ഇതിങ്ങനെ ഒന്ന് നമുക്ക് റൗണ്ടിൽ കട്ടി കുറഞ്ഞ് അരിയുകയാണെങ്കിൽ നല്ലതാണ്. ഒരുപാട് അങ്ങ് കട്ടിക്കൊന്നും അരിയരുത്. കോവയ്ക്കയിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അത് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. അപ്പോൾ ഇത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ടോ പായിലോട്ടോ ഒക്കെ ഇട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഇത് അരിഞ്ഞെടുത്തു. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി ഉണക്കി വെച്ചിട്ടുണ്ട് കോവയ്ക്ക. അപ്പോൾ ഇതിലൊക്കെ തൊട്ട് നമുക്കൊരല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കണം. ഓവറായിട്ട് മഞ്ഞളൊന്നും ഇടണ്ട കേട്ടോ. ഒരു ലിറ്റിൽ ബിറ്റ് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ഒത്തിരി മഞ്ഞൾ വേണ്ട. ഒരു അല്പം ഉപ്പ്, ഓവറായിട്ട് ഉപ്പ് വേണ്ട. കാരണം ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ഉണങ്ങി വരുമ്പോൾ ഉപ്പിൻ്റെ രസം കൂടുകയും നമ്മൾ കൊണ്ടാട്ടം വറുത്തെടുക്കുമ്പം അതിന് ഭയങ്കര ഉപ്പായിപ്പോൾ. അപ്പോൾ ഒരു അല്പമേ ഉപ്പിടാവൂ, കൂടുതൽ ഉപ്പിടരുത്. കോവയ്ക്കയിൽ വെള്ളമുണ്ട്, അപ്പോൾ ഉപ്പിടുമ്പം സൂക്ഷിക്കണം. ഒത്തിരി ഉപ്പായി പോകരുത്. ഇതിൽ നിന്ന് വെള്ളം പീച്ചാൻ തുടങ്ങും. ഇതൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഈ പാത്രത്തിലോ അല്ലെങ്കിൽ പായിലോ വെച്ചൊക്കെ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കണം. ഇതിങ്ങനെ ഓരോ പീസസ് ആയിട്ടിരിക്കണം, ഒന്നിലൊന്ന് തൊടാതെ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റൂല. നമുക്ക് കുറച്ചിതൊന്ന് പകുതി മാറ്റി വെക്കാം. ഇതിൽ നിന്ന് ഒന്നിച്ചിട്ട് ഉണക്കാതെ 2 പാത്രത്തിലായിട്ട് ഉണക്കിയെടുക്കാം. ഇങ്ങനെ ഓരോ പീസായിട്ടിരിക്കുക. അപ്പോഴേ അത് നല്ലോണം ഉണങ്ങി കിട്ടുള്ളൂ. ഒന്നിനു മുകളിൽ ഒന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടെടുക്കും കേട്ടോ. ഇത് കുറേ ഒരു അല്പം പ്രയത്നിച്ചാലേ നല്ല കൊണ്ടാട്ടം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് വെയിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നു, ഞാനൊരു 2-3 മണിക്കൂർ കൂടുമ്പോൾ ചെന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കുമായിരുന്നു. തിരിച്ചിട്ട് കൊടുത്താലേ നമ്മളതിൻ്റെ അടുത്ത സൈഡും കൊടുത്താവുള്ളൂ. കാരണം വൈകിട്ട് ഇത് എടുത്ത് വെക്കുമ്പോൾ ഇതിൽ വെള്ളം പീച്ചിരിക്കരുത്. അപ്പോൾ ഇത് നമുക്കിനി വെയിലത്ത് വെച്ച് ഉണക്കാം. ഇങ്ങനെ പേപ്പറിൽ വെക്കരുത് കേട്ടോ, ന്യൂസ് പേപ്പറിൽ വെക്കരുത്. ന്യൂസ് പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇങ്കൊക്കെ ഇല്ലേ, അതിതിൽ പിടിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ടിപ്സ്, ഇത് നമ്മൾ ഒരു ദിവസം 2-3 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ഒരു സൈഡ് ആയി കഴിയുമ്പോൾ. ഇതിങ്ങനെ ഒരു നല്ല വെയിലത്ത് ഒരു 10 ദിവസമെങ്കിലും ഉണക്കിയെടുക്കുക. ഒരു 7 തൊട്ട് 8 ദിവസം വരെ നല്ല വെയിലത്ത് ഉണക്കുമ്പോൾ ഇതൊന്ന് ഉണങ്ങിക്കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് ഉണക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് ഉണക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കണ്ടോ. ഇത് ഒരു 10-12 ദിവസം നല്ല വെയിലത്ത് ഉണങ്ങിയതാണ്. ഇങ്ങനെ ഉണങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വെയിൽ വേണം. ഞാനിത് ഉണക്കിയ സമയത്ത് അധികം വെയിലില്ലായിരുന്നു കേട്ടോ. ഹാഫ് ഡേ വെയിലും ഹാഫ് ഡേ ഒരു മൂടാപ്പും മഴയുമായിരുന്നു. അപ്പം നല്ല വെയിലത്ത് ഉണക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം നല്ലത് വെയിലത്ത് തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണക്കിയെടുക്കുക. ഇതിൽ വെള്ളം വീഴാൻ പാടില്ല. വെള്ളമുള്ള പാത്രമോ സർഫേസോ യൂസ് ചെയ്യാൻ പാടില്ല ഉണക്കാൻ. അതുപോലെ തന്നെ ഇത് വൈകിട്ട് നമ്മൾ എന്നും എടുത്ത്
തിരിച്ച് വീട്ടിനകത്തോട്ട് വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിൽ താന്നു കഴിയുമ്പോൾ നമ്മൾ ഡെയിലി എടുത്ത് അകത്ത് വെക്കും. അകത്ത് വെക്കുമ്പോൾ അത് മൂടി വെക്കരുത്. ഈ പാത്രമാണേലും പായാണേലും എന്താണേലും കവർ ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇതിനകത്ത് മോയ്സ്ചർ കയറിയിട്ട് ഇതിനകത്ത് വെള്ളം പീച്ചാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിത് രാത്രിയിൽ എടുത്ത് വീടിനകത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് നമ്മൾ വെയിൽ താന്നു എടുത്ത് വെക്കുമ്പം ആ പായോടെ തന്നെ എടുത്ത് വെക്കുക, ആ പാത്രത്തോടെ അത് തുറന്ന് തന്നെ വെക്കുക. പൊടിയോ മുടിയോ എന്തെങ്കിലും മണ്ണോ ഒക്കെ വീഴാതിരിക്കാൻ അതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒരു പേപ്പർ ഇട്ട് കൊടുക്കുക. അടുത്ത ദിവസം രാവിലെ പിന്നെ എടുത്ത് നമ്മൾ വെയിലത്ത് വെക്കുന്നു. ഈ റുട്ടീന് ഒരു 10-12 ദിവസം തുടരുക, നല്ലപോലെ ഉണങ്ങിക്കിട്ടുന്നത് വരെ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിത് വെയിലത്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ വീടിൻ്റെ തന്നെ ഇങ്ങനെ തിട്ടയിൽ നല്ല വെയിൽ വരുന്നുണ്ട്, 4 കെട്ടിൽ. അപ്പോൾ അതിലോട്ട് വെച്ചിരിക്കുകയാണ്, തറയിൽ വെക്കാതെ. അപ്പോൾ ഇവിടെ മണ്ണും പൊടി ഇച്ചിരി അടിക്കാൻ സാധ്യത കുറവാണ്. അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൽ മണ്ണും പൊടിയും അടിക്കുമെന്നുണ്ടെങ്കിൽ ഒരു കട്ടി കുറഞ്ഞ ദുപ്പട്ടയില്ലേ നമ്മളുടെ ചുനരി, സൂട്ടിൻ്റെ ദുപ്പട്ടയൊക്കെ, അതോ അല്ലെങ്കിൽ ഒരു കട്ടി കുറഞ്ഞ നൈസ് തുണി എന്തെങ്കിലും ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഇടാം. പക്ഷേ ആദ്യത്തെ 2-3 ദിവസം ഇതിൻ്റെ പുറത്ത് ഒന്നും ഇടാതെ ഉണക്കുക. അപ്പോഴേ ആ വെള്ളം ഒന്ന് പറ്റി നല്ലപോലെ ഉണങ്ങിക്കിട്ടുള്ളൂ. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ദിവസം 2-3 പ്രാവശ്യം. പായിൽ വേണേലും ഉണക്കാം, ചാക്കിൽ ഉണക്കാം. ഓക്കെ. സൺഡ്രൈഡ് ടിൻഡോറ അല്ലെങ്കിൽ നമ്മളുടെ കോവയ്ക്ക ഉണങ്ങിയത്, IVY ഗാർഡ് ഉണങ്ങിയത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണല്ലേ. ഇതിപ്പോൾ ഒരു 6-7 കിലോയിൽ കൂടുതൽ കോവയ്ക്ക, ഒരു 7-8 കിലോയെങ്കിലും കോവയ്ക്ക ഉണങ്ങിയപ്പോൾ ഇത്രേ കിട്ടിയുള്ളൂ. അത് ഉണങ്ങി വരുമ്പോഴേ കുറച്ച് കുറയും. കണ്ടില്ലേ, നല്ലതുപോലെ ഒരു 7-8 ദിവസം നല്ല വെയിൽ കൊള്ളിച്ചതാണ്. ഇതേ നല്ല ക്രിസ്പി ആയിട്ട് ചിപ്സായിട്ട് എടുത്തു. ഇത് വലിയ കളറില്ല, കാരണം ഞാൻ അധികം മഞ്ഞളൊന്നും തേച്ചില്ല. ചിലർ ഒരുപാട് മഞ്ഞളും നല്ല കളറിൽ മഞ്ഞ കളറിലിരിക്കും. ഇച്ചിരി മഞ്ഞൾ കൂടുതൽ ചേർത്ത് ഉപ്പ് അല്പം പരട്ടിയിട്ടാണല്ലോ നമ്മളിത് അരിഞ്ഞ് ഉണക്കാൻ വെക്കണത്. അപ്പം ഞാൻ മഞ്ഞൾ കുറച്ചേ ചേർത്തുള്ളൂ. പക്ഷേ ഇത് നല്ല ക്രിസ്പിയായി, കണ്ടോ. ദീർഘകാല യൂസിന് വേണ്ടി വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൂടെ എടുത്തൊന്ന് വെയിലത്ത് ഒരു ദിവസം ഒന്ന് ഉണക്കുക. ഇടയ്ക്ക് നല്ലതുപോലെ ഉണങ്ങി ഡബ്ബകളിലാക്കി ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ നമുക്കിതുപോലെ എത്ര നാൾ വേണമെങ്കിലും വെച്ചേക്കാം. കോവയ്ക്കയുടെ സീസൺ അല്ലാത്തപ്പോഴും നമുക്ക് കോവയ്ക്ക യൂസ് ചെയ്യാം. കണ്ട, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വെയിൽ വേണം. ഇതുപോലെ ആവുന്നവരെ അങ്ങ് ഉണക്കിയാൽ മതി. പിന്നെ വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ മഴയുടെ സീസൺ ആണെങ്കിൽ പകുതി ദിവസം വെയിൽ കൊണ്ടിട്ടാണെങ്കിലും എടുത്ത് വെക്കുക. ഉണക്കുന്ന പായിലോട്ടെങ്ങാനും തന്നെ എടുത്ത് മടക്കി വെക്കുക രാത്രിയിലോ. എന്നിട്ട് അടുത്ത ദിവസവും വെയിൽ വരുന്ന സമയത്ത് എടുത്ത് വെക്കുക. അപ്പം കോവയ്ക്ക ഒരുപാടായി കഴിയുമ്പോൾ നോർമലി പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്, എന്ത് ചെയ്യും കോവയ്ക്ക ഒത്തിരിയായി, നോർമലി പഴുത്തു പോകാറുണ്ട്, ഒക്കെയുണ്ട്. അങ്ങനെ കോവയ്ക്ക വേസ്റ്റ് ആക്കാതിരിക്കുക. ഇനി കോവയ്ക്ക പഴുത്തു പോകാൻ അനുവദിക്കാതിരിക്കുക. കോവയ്ക്ക എല്ലായിടത്തും കൊടുത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ അത് വേസ്റ്റ് ആക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്തിട്ട്, ഇഷ്ടം പോലെ കോവയ്ക്ക നാട്ടിലുണ്ടാകാറുണ്ട് ഓരോ വീട്ടിലൊക്കെ. ഇവിടെ എൻ്റെ അടുത്താണേലും വീട്ടിൽ ഒരുപാട് എക്സസ് ആയിട്ട് കോവയ്ക്കായിരുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇത് ഒരുപാട് ഉപകരിക്കും. നമുക്കിതുപോലെ പാഴ്സൽ ചെയ്ത് വെളിനാട്ടിലോട്ട് കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകരിക്കും. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കറികളൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം എടുത്തൊന്ന് വറുത്ത് എടുക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും വലിയൊരു ഉപകാരപ്രദമായ ടിപ്സാണിത്. അപ്പം കോവയ്ക്കൊക്കെ ഇനി ഒരുപാട് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണക്കിയെടുക്കുക. അപ്പം നമുക്കിതിൻ്റെ വറുത്തുകൂടി എടുത്ത് കാണിക്കാം എങ്ങനെയാണെന്ന്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മളുടെ സൺഡ്രൈഡ് കോവയ്ക്ക ഏതർ IVY ഗാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ കോവയ്ക്ക വറക്കാനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചു. ചീനിച്ചട്ടിയിൽ ഒരല്പം എണ്ണയൊഴിച്ചു. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. എണ്ണയൊഴിച്ചു. എണ്ണ ചൂടായി കിടക്കുകയാണ്. നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇടുന്നുടനെ കരിഞ്ഞു പോകും. ഒരല്പം കോവയ്ക്ക അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വറുത്ത് വരും. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറി കരിഞ്ഞു പോകും. കോവയ്ക്ക കംപ്ലീറ്റ് വറുത്ത് വന്നു. നമുക്കത് ഒരു പ്ലേറ്റിലോട്ട്, ഈ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് വറുത്ത് പോരാം. ഇട്ട് കൊടുക്കുന്ന ഉടനെ ഒന്ന് ഇളക്കുക. ഫ്ലെയിം വളരെ കുറച്ചായിരിക്കണം ഇരിക്കുന്നത്.
ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന ഉടനെ തന്നെ എടുക്കണം. കോരിയെടുക്കുക ഉടനെ തന്നെ. അപ്പോൾ ഇത് ചോറിനൊക്കെ നമുക്ക് ദാൽ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ കോവയ്ക്ക കൊണ്ടാട്ടം അല്ലെങ്കിൽ കോവയ്ക്ക ഫ്രൈ, സൺ ഡ്രൈഡ് കോവയ്ക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ഷെയറിംഗ്, കീപ് സബ്സ്ക്രൈബിംഗ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻസും വ്യൂസുമാണ് ആവശ്യം. Hey friends, hope everyone likes today's very easy healthy IVY Gourd stir fry and sun dried IVY Gourd. Thank you. Eat healthy, stay healthy. Thank you.